Hi DS, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BBA എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനൊരു കോഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ BBA നമുക്ക് 3 സ്പെഷ്യലൈസേഷൻ, അതായത് ഒരു ജനറൽ BBAയും ബാക്കി 2 സ്പെഷ്യലൈസേഷനും, ഒരു സ്പെഷ്യലൈസേഷൻ റീറ്റെയിലിങ്ങും മറ്റൊന്ന് സർവീസ് മാനേജ്മെന്റ്, ഇത്തരം കോഴ്സുകളാണ് ഈ ഇഗ്നോയിൽ BBAക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം റീറ്റെയിലിംഗ് എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, BBA RIL ഇതാണ് ഈ ഒരു കോഴ്സിന്റെ കോഡ് വരുന്നത്. ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ റീറ്റെയിലിംഗ്. ഇതൊരു ഡിഗ്രി പ്രോഗ്രാമാണ്. ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഓൺലൈനായിട്ടും ചെയ്യാവുന്നതാണ്. നമ്മൾ ഡിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. 3 ഇയർ ഡിഗ്രിയാണ്. മാക്സിമം ഡ്യൂറേഷൻ 6 ഇയർ ആണ്. 3 വർഷം കൊണ്ടാണ് ഇത് ഫിനിഷ് ആവുന്നത്. മിനിമം മാക്സിമം 6 ഇയേഴ്സ് വരും. അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വാലിഡിറ്റി അവസാനിച്ചു പോകും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാം. കേരളത്തിലുള്ളവർ എല്ലാവരും മിക്കവാറും ഇംഗ്ലീഷിലാണ് പഠിക്കുക. സ്പെഷ്യലൈസേഷൻ ഇൻ റീറ്റെയിലിംഗ് എന്നായിരിക്കും സർട്ടിഫിക്കറ്റിൽ വരിക. ഈ ഒരു കോഴ്സ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് റീറ്റെയിലിംഗ് രംഗത്ത് അതുപോലെ നമ്മളെ റീറ്റെയിലിംഗ് രംഗത്ത് നമ്മുടെ ആവശ്യങ്ങളും സങ്കീർണതകളും ഒക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ ഒരു റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്, BBA റീറ്റെയിലിംഗ്. അത് പഠിച്ചിറങ്ങിയവർക്ക് ഇൻഡസ്ട്രിയെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. റീറ്റെയിലിംഗ് മേഖലയിൽ അവകാശപ്പെടുന്നത്. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ റീറ്റെയിലിംഗിൽ എക്സിറ്റ് ചെയ്യാം. സെക്കൻഡ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ റീറ്റെയിലിംഗിൽ എക്സിറ്റ് ചെയ്യാം. തേർഡ് ഇയർ ഫുൾ കംപ്ലീറ്റ് ചെയ്താൽ ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ബുക്സും വൈവാവോസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ സെക്കൻഡ് ഇയറിലും അതുപോലെ തേർഡ് ഇയറിലും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. +2 കഴിഞ്ഞ് ഏത് +2 എടുത്തവർക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫീ എന്ന് പറയുന്നത് 10,800 രൂപ പ്ലസ് 700 രൂപ, മീൻസ് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെന്റ് ഫീ എന്ന് പറഞ്ഞാൽ 700 രൂപയാണ് വരിക. അത് യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ടി വരും. അപ്പോൾ 11,500 രൂപയാണ് റീറ്റെയിലിംഗ് എന്ന കോഴ്സിന് യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ട ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ കോഴ്സ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്, നോക്കൂ നിങ്ങൾ. അതുപോലെ എന്താണ് പഠിക്കേണ്ടത് കണ്ടോ, ഇത് അതിൻ്റെ കോഴ്സിൻ്റെ, അതായത് നിങ്ങൾ സബ്ജക്റ്റിൻ്റെ കോഡാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 5 സബ്ജക്റ്റുകൾ പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ കോഡുകളാണ്, അതിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, BCOE 141. ഇതിന് ക്രെഡിറ്റ് വന്നിട്ടുള്ളത്, ഈ ബുക്കിൻ്റെ ക്രെഡിറ്റ് 6 ആണ്, ബാക്കിയുള്ളതിനൊക്കെ 4 ആണ്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നോക്കൂ, 6ഉം 16ഉം ആണ്. എന്തിനാണ് ഇതിന് 16 കൊടുത്തത്? ഇത് ഇന്റേൺഷിപ്പാണ്. ഇന്റേൺഷിപ്പ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ബുക്കും ഇതിന് തയ്യാറാക്കണം, വൈവ ഉണ്ടാവും, വൈവാവോസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഇയറിലും ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. 5 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ദെൻ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഇതുപോലെ സെക്കൻഡ് സെമസ്റ്ററിൽ ഫോർത്ത് സെമസ്റ്ററിൽ ഒരു കസ്റ്റമർ വാല്യൂ മാനേജ്മെന്റ്, IT ആപ്ലിക്കേഷൻ, ഈ ഒരു കോഴ്സിന് ശേഷം ഓൺ ജോബ് ട്രെയിനിങ് വർക്ക് ബുക്ക് ആൻഡ് വൈവാവോസ് ഇത് ഉണ്ടായിരിക്കും. അപ്പോൾ ഓൺ ജോബ് ട്രെയിനിങ് ഒക്കെ നമ്മൾ സ്റ്റഡി സെന്റർ ആണ് അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ തരിക. ഏത് സ്റ്റഡി സെന്ററിന്റെ അണ്ടറിലാണോ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആ സ്റ്റഡി സെന്റർ ആണ് അതിനുള്ള നിർദ്ദേശങ്ങൾ തരിക. പിന്നെ തേർഡ് ഇയറിലേക്ക് എത്തുമ്പോൾ അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട 5th സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളും അതിന്റെ കോഡും ആണ് ഇവിടെ ഉള്ളത്. പോലെ 6th സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴും ഇവിടെയും നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്തുണ്ട്, ഓൺ ജോബ് ട്രെയിനിങ്ങും വർക്ക് ബുക്ക് ആൻഡ് വൈവാവോസ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെയും ഉണ്ട്. ഓക്കെ, നോക്കൂ നിങ്ങൾ. കൊച്ചിൻ റീജിയൻ സെന്ററിന്റെ അണ്ടറിൽ ഇത്രയും കോളേജ്, 4 കോളേജുകളിൽ മാത്രമേ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. ദെൻ ട്രിവാൻഡ്രത്ത് ഏകദേശം 3 കോളേജുകളിൽ ഈ ഒരു BBA റീറ്റെയിലിംഗ് അവൈലബിൾ ആണ്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഈ ഒരു സ്റ്റഡി സെന്ററിലാവും നമ്മളെ ഒരു സ്റ്റഡി സെന്റർ ആയിട്ട് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഈ വൈവ, അതുപോലെ തന്നെ ഹാൻഡ് ബുക്ക്, വർക്ക് ബുക്ക് പോലെയുള്ള ഓൺ ജോബ് ട്രെയിനിങ്ങിൻ്റെ നിർദ്ദേശങ്ങളും അതിനൊക്കെ ട്രെയിനിങ്ങും നൽകുന്നത്, അതിൻ്റെ കോർഡിനേഷനൊക്കെ നൽകുന്നത് ഈ സ്റ്റഡി സെന്ററിലായിരിക്കും. അപ്പോൾ സ്റ്റഡി സെന്ററിലേക്ക് നിങ്ങൾ പോവേണ്ടി വരും.
അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിനും വൈവയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോവേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വീടിന് അടുത്തുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും കോളേജസിലാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്. ഓക്കെ, ഇഗ്നോയിൽ അപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കാൻ ആവശ്യമായിട്ടുള്ളവർ, ആഗ്രഹമുള്ളവർ എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ഈ ഒരു കോഴ്സ് ഏറ്റെടുത്ത് രജിസ്റ്റർ ചെയ്ത് വരികയും മറ്റുള്ള നിർദ്ദേശങ്ങളും യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സും ഒക്കെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്യാത്തവർ ലോഗിൻ ചെയ്ത് വെച്ചോളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് BBA ജനറൽ ആണ്.